ചരിത്രപ്രസിദ്ധമായ കൽപ്പാത്തി ദേവരഥ സംഗമം ഇന്ന് നടക്കും. വൈകിട്ട് 4 മണിയോടെയാണ് വിവിധ ക്ഷേത്രങ്ങളിലെ തേരുകൾ കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലെത്തുക. രാവിലെ ലക്ഷ്മി നാരായണ സ്വാമി, പ്രസന്ന മഹാഗണപതി ക്ഷേത്രങ്ങളിലെ രഥങ്ങൾ പ്രയാണം ആരംഭിക്കും. വിശദാംശങ്ങളുമായി അവിടെ നിന്ന് PK സരീഷ് ഉണ്ട്. സരീഷ്, എന്താണെങ്കിലും പ്രദക്ഷിണത്തിന് ഒരുങ്ങിയ വീഥികളാണോ, അഗ്രഹാര വീഥികളാണോ അവിടെ കാണാൻ കഴിയുക? എത്തരത്തിലാണ് ഇന്നത്തെ ചടങ്ങുകളൊക്കെ? കഴിഞ്ഞ 3 ദിവസമായി കൽപ്പാത്തിയെ സംബന്ധിച്ചിടത്തോളം രഥ ഉത്സവം തന്നെയാണ് നടക്കുന്നത്. ആദ്യ തേര്, രണ്ടാം തേര്, മൂന്നാം തേര്, അങ്ങനെ 3 ദിവസവും 3 ക്ഷേത്രങ്ങളിൽ നിന്നും തേരുകൾ പുറപ്പെടുന്ന ദിവസമാണ് ഇന്ന്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ശ്രീലക്ഷ്മി നാരായണ പെരുമാൾ സ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് ആദ്യത്തെ രഥം പുറപ്പെടുക. അതുമായി ബന്ധപ്പെട്ട പൂജകളാണ് അകത്ത് നടക്കുന്നത്. ആരാധനകളും പ്രത്യേക പൂജകളും നടക്കും. അതിനുശേഷം ഏതാണ്ട് 9 മണിയോടെയാണ് ഇവിടെ നിന്നും വിഗ്രഹം ഈ തൊട്ടടുത്ത് ഉള്ള രഥത്തിലേക്ക് കൊണ്ടുവരിക. ഇന്ന് 2 രഥങ്ങൾ അല്ലെങ്കിൽ 2 തേരുകളാണ് ഇന്ന് പുറപ്പെടുന്നത്. അതിൽ ആദ്യ തേരാണ് ഈ പെരുമാൾ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ രഥത്തിലേക്ക് കൊണ്ടുവരുന്നത്. ആ രഥം ഇതിലേക്ക് അല്ലെങ്കിൽ ഈ രഥത്തിലേക്ക് കൊണ്ടുവന്നാൽ ഇത് മറ്റ് രഥങ്ങളോടൊപ്പം തന്നെ ഈ ഗ്രാമവീതിയിലൂടെ സഞ്ചരിക്കും. അതോടൊപ്പം തന്നെ പ്രസന്ന മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ നിന്നും ഇതേ സമയം 11 മണിയോടുകൂടി അടുത്ത രഥവും കൂടി ഇങ്ങോട്ടേക്ക് പുറപ്പെടും. ഒപ്പം തന്നെ ഇന്ന് കഴിഞ്ഞ 2 ദിവസം മുൻപ് പുറപ്പെട്ട 3 രഥങ്ങളുണ്ട്. ഒന്ന് വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയുടെ രഥം, അതോടൊപ്പം തന്നെ വള്ളി സമേതനായ സുബ്രഹ്മണ്യ സ്വാമിയുടെ രഥം, അതോടൊപ്പം മറ്റൊരു രഥം ഗണപതി വിഗ്രഹം ഏന്തിയുള്ള രഥമാണ്. അങ്ങനെ ആ 3 രഥം കഴിഞ്ഞ 2 ദിവസമായി ഈ ഗ്രാമവീതിയിലൂടെ സഞ്ചരിച്ചു വരികയാണ്. ആ രഥങ്ങളോടൊപ്പം തന്നെ ഈ പെരുമാൾ സ്വാമി ക്ഷേത്രത്തിലെ രഥവും അതോടൊപ്പം തന്നെ ഗണപതി ക്ഷേത്രത്തിലെ പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിലെ രഥവും എത്തും. അതിനുശേഷം ഇന്ന് വൈകിട്ട് വരെ ഈ ക്ഷേത്രത്തിന് സമീപത്തെ വീഥികളിലൂടെയാവും ഈ രഥങ്ങളെല്ലാം സംഗമിക്കുക. ഇപ്പോൾ നിലവിൽ 2 ദിവസത്തെ പ്രയാണം കഴിഞ്ഞ് ഈ 3 രഥങ്ങളും ഈ പെരുമാൾ സ്വാമി ക്ഷേത്രത്തിന് തൊട്ട് സമീപത്തായി നിർത്തിയിരിക്കുകയാണ്. അത് അവിടെ നിന്നും ഇന്ന് ഒരേ സമയം സഞ്ചരിക്കും. അതിനുശേഷം വൈകിട്ട് 4 മണിയോടെയാണ് ഈ 5 രഥങ്ങളും, അതായത് ഈ 2 ദിവസം മുൻപ് പുറപ്പെട്ട 3 രഥങ്ങളും അതോടൊപ്പം തന്നെ ഇന്ന് പുറപ്പെടുന്ന 2 രഥങ്ങളും കൽപ്പാത്തിയിലെ പ്രധാന തേരുവേദിയിലേക്ക് എത്തുക. വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലേക്ക് ഈ 3 രഥങ്ങളും എത്തും. അതോടൊപ്പം തന്നെ അതിന് തൊട്ട് മുൻപായി ഇന്നലെ രാവിലെ മന്ദങ്കര മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും ഒരു തേര് പുറപ്പെട്ടിരുന്നു. ആ തേര് യഥാർത്ഥത്തിൽ മറ്റ് തേരുകളെ പോലെ ഈ പ്രദക്ഷിണം നടത്താറില്ല. കാരണം മന്ദങ്കര മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്ന തേര് നേരെ വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ മുന്നിലേക്ക് മാത്രമാണ് എത്തുന്നത്. അവിടെ നിന്നും ഇന്ന് ഉച്ചയോടെ ആ രഥം തിരിച്ച് ആ ക്ഷേത്രത്തിലേക്ക് തന്നെ മടങ്ങും, മന്ദങ്കര ഗണപതി ക്ഷേത്രത്തിലേക്ക് തന്നെ മടങ്ങും. അതിനുശേഷം മാത്രമായിരിക്കും ഈ രഥങ്ങളെല്ലാം ഈ പ്രധാന വേദിയിലേക്ക് എത്തുക. ഏറ്റവും സവിശേഷമായ ചടങ്ങ് എന്ന് പറയുന്നത് ഈ 5 തേരുകളും, അതായത് ഈ ആദ്യ ദിവസം പുറപ്പെട്ട 3 തേരുകളും അതോടൊപ്പം തന്നെ ഇന്ന് പുറപ്പെടുന്ന 2 തേരുകളും മറ്റ് ഉപതേരുകളും, അതായത് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും ഇതിന് സമീപത്തെ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ചെറു തേരുകളുണ്ട്. അപ്പോൾ ആ തേരുകളെല്ലാം തന്നെ ഈ സംഗമവേദിയിലേക്ക് എത്തുകയും ഒരേ സമയം വിവിധ ദേവന്മാർ അവർ രഥത്തിലേക്ക് എത്തി ഇവിടെ സംഗമിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ ദേവരഥ സംഗമം എന്ന വിശേഷണം ഉള്ളത്. ചരിത്ര പ്രസിദ്ധമാണ്. അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ, ഒരുപക്ഷെ കഴിഞ്ഞ 2 ദിവസം ഈ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ആളുകൾ കൂടുതലായി പകൽ സമയങ്ങളിൽ എത്തിയിരുന്നില്ല. പക്ഷേ ഇത്തവണ അല്ലെങ്കിൽ ഇന്ന് കൂടുതലായി ആളുകൾ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വൈകിട്ട് 4 മണിക്ക് ശേഷമാണ് ഇത്തരം ചടങ്ങുകൾ നടക്കുക. ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ മന്ദങ്കര മഹാഗണപതി ക്ഷേത്രത്തിലെ രഥം അത് തിരിച്ചു പോകുന്നതോടെയാണ് യഥാർത്ഥത്തിൽ ദേവരഥ സംഗമത്തിനുള്ള ചടങ്ങുകൾ തുടങ്ങുന്നത്. അതിനുശേഷം ഒരുപക്ഷെ 6 മണിയോടെ തന്നെ ഈ വീഥികൾ കഴിഞ്ഞ് അല്ലെങ്കിൽ വീഥികളിലൂടെ സഞ്ചരിച്ച് പ്രധാന കൽപ്പാത്തി വേദിയിലേക്ക് അല്ലെങ്കിൽ കൽപ്പാത്തി രഥ സംഗമം നടക്കുന്ന ആ സ്ഥലത്തേക്ക് ഇതെല്ലാം അല്ലെങ്കിൽ ഈ
തേരുകളെല്ലാം എത്തും. അതിനുശേഷമാണ് സംഗമം നടക്കുന്നത്. തായമ്പകയുടെയും ഒപ്പം തന്നെ പഞ്ചാരിമേളം മറ്റ് വാദ്യോപകരണങ്ങളുടെയൊക്കെ അകമ്പടിയോടെയാണ് ആ ചരിത്ര പ്രസിദ്ധമായ സംഗമം നടക്കുന്നത്. എന്തായാലും മറ്റ് ജില്ലകളിൽ നിന്നും അതോടൊപ്പം തന്നെ തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ആളുകൾ ഇങ്ങോട്ടേക്ക് കൂടുതലായി എത്തുന്നുണ്ട്. ഒരുപക്ഷെ മലയാളികൾക്കപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ളൊരു സംഗമ വേദിയിൽ കൂടുതലായി എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ്. കാരണം കൂടുതലായി ഈ ചേർന്ന് നിൽക്കുന്ന തമിഴുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രാമം കൂടിയാണ് കൽപ്പാത്തി. പതിറ്റാണ്ടുകൾക്ക് മുൻപ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിൽ നിന്നും തഞ്ചാവൂരിൽ നിന്നുമൊക്കെ ഇങ്ങോട്ടേക്ക് കുടിയേറ്റപ്പെട്ടവരാണ് ഇവരിൽ കൂടുതലും, ഇവിടെ താമസിക്കുന്ന കൽപ്പാത്തി മേഖലയിൽ താമസിക്കുന്നതിൽ കൂടുതലും. അതുകൊണ്ട് തന്നെ ഈ തമിഴ് സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് ഇവരെല്ലാം തന്നെ കഴിയുന്നത്. അത്തരത്തിലൊരു ഉത്സവം നടക്കുമ്പോൾ സ്വാഭാവികമായും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും തമിഴ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ടേക്ക് ഈ ഉത്സവത്തിൻ്റെ ഭാഗമാകാൻ എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളും ഇങ്ങോട്ടേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം 25,000-ന് മുകളിൽ ആളുകൾ ഒരേ സമയം ഈ ഗ്രാമവീതിയിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇത്തവണ ഒരുപക്ഷെ അതിൽ കൂടുതലുണ്ടാവും എന്ന് തന്നെ കണക്ക് കൂട്ടുന്നു. കാരണം ഇത്തവണ വലിയ രീതിയിൽ 5ാം തേരുത്സവം മുതൽ വലിയ രീതിയിൽ വാർത്തകളും ഒപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ തേരുത്സവം, പ്രത്യേകിച്ച് രഥോത്സവം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇത്തവണ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ പ്രധാനപ്പെട്ട ഉത്സവങ്ങളെല്ലാം ഇതിനോടകം തന്നെ പൂർത്തിയാക്കി. 5ാം തേര് മുതൽ ഇങ്ങോട്ടാണ് പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ എന്ന് പറയുന്നത്. 5ാം തേരുത്സവത്തിൽ ഈ ചെറു തേരുകളുടെ സംഗമം അന്ന് നടന്നിരുന്നു. അന്ന് രാത്രി 1 മണിക്ക് ശേഷമാണ് അത്തരത്തിൽ 5ാം തിരുനാൾ ദിവസം സംഗമം നടക്കുന്നത്. അതിന് സമാനമായി തന്നെയാണ് ഇന്നത്തെ സംഗമം നടക്കുക. മുഴുവൻ തേരുകളും, അതായത് വിവിധ ക്ഷേത്രങ്ങളെ പ്രതിനിധീകരിച്ചുള്ള മുഴുവൻ തേരുകളും ഒരേ വേദിയിലേക്ക് എത്തുകയും വിവിധ ദേവീദേവന്മാർ ഒരേ സമയം മുഖാമുഖം നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന വർഷത്തിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്. അതോടൊപ്പം തന്നെ ഈ വൃശ്ചിക മാസത്തിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുൻപുള്ള ദിവസമാണ് ഉത്സവത്തിൻ്റെ ദിനമായി കണക്ക് കൂട്ടുന്നത്. അങ്ങനെ പ്രത്യേകതകൾ ഏറെയുള്ള ദിനമാണ്. എന്തായാലും വൈകിട്ട് 4 മണിക്ക് ശേഷം ചടങ്ങുകൾ ആരംഭിക്കും. ഏതാണ്ട് 6 മണിയോടെ ആയിരിക്കും ദേവരഥ സംഗമം നടക്കുക. സരീഷ്, ഈ ചരിത്രപ്രസിദ്ധമായ കൽപ്പാത്തി രഥോത്സവം നടക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് അവിടുത്തെ ഉപതെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും അതിനോടൊപ്പം തന്നെ പങ്കുവച്ചിരുന്നതാണ്. ഈ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നു. ഇന്നും സ്ഥാനാർത്ഥികൾ ദേവരഥ സംഗമത്തിന് എത്തുന്നുണ്ടോ? രഥം വലിക്കാനൊക്കെ കഴിഞ്ഞ ദിവസം അവരൊക്കെ എത്തിയിരുന്നു. അവർക്ക് ഇന്ന് കൂടുതൽ ആൾക്കാരെ കാണാം, കാര്യങ്ങൾ കൂടുതലായി അവരുടെ സാന്നിധ്യം അറിയിക്കാം. എത്തരത്തിലാണ് അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ ഒരു സാന്നിധ്യം ഉണ്ടാവുക? കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ 5ാം തേര് ദിവസം മുതൽ എല്ലാ സ്ഥാനാർത്ഥികളും ഇവിടെ കൽപ്പാത്തിയിലേക്ക് എത്തിയിരുന്നു. ആ കൽപ്പാത്തി കേന്ദ്രീകരിച്ചായിരുന്നു അന്ന് വൈകിട്ട് മുതൽ എല്ലാവരുടെയും പ്രവർത്തനം. കഴിഞ്ഞ 1ാം തേര് ദിവസവും 2ാം തേര് ദിവസവും തേര് വലിക്കുന്നതിനായി സ്ഥാനാർത്ഥികളൊക്കെ എത്തിയിരുന്നു. ഇന്നും വൈകിട്ടോടെ എല്ലാവരും സി കൃഷ്ണകുമാറിൻ്റെ ഷെഡ്യൂൾ പ്രകാരം 10 മണിക്ക് ശേഷം ഈ കൽപ്പാത്തി കേന്ദ്രീകരിച്ച് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണം നടക്കുന്നത്. മറ്റ് 2 സ്ഥാനാർത്ഥികളും രാഹുൽ മാങ്കൂട്ടത്തിലും അതോടൊപ്പം തന്നെ സരിനും മറ്റു പരിപാടികൾക്ക് ശേഷം ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. കാരണം ഉച്ചയ്ക്ക് ശേഷമാണ് പ്രധാനപ്പെട്ട തേരുത്സവം നടക്കുന്നത്. അതായത് ദേവരഥ സംഗമം നടക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് 2 സ്ഥാനാർത്ഥികളും ഉച്ചയ്ക്ക് ശേഷം ഇങ്ങോട്ടേക്ക് എത്തും. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് ഈ സംഗമം ആണ്. ആ സംഗമ സമയത്ത് എന്തായാലും മുഴുവൻ സ്ഥാനാർത്ഥികളും ഇവിടെ ഉണ്ടാവുകയും ചടങ്ങിൻ്റെ ഭാഗമാവുകയും ചെയ്യും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഈ വൈകിട്ട് 6 മണിക്ക് ശേഷം മുഴുവൻ സ്ഥാനാർത്ഥികളും എത്തുകയും ആ ചടങ്ങിൻ്റെ ഭാഗമാവുകയും ചെയ്യും. കൽപ്പാത്തി എന്ന് പറയുന്നത് സംബന്ധിച്ചിടത്തോളം മുഴുവൻ പാലക്കാട് ആളുകളെ മുഴുവൻ, പ്രത്യേകിച്ച് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ആളുകളെയും ഒരേ സമയം ഒരു സ്ഥലത്ത് വെച്ച് കാണാൻ സാധിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം കൽപ്പാത്തി രഥോത്സവം ഈ കൽപ്പാത്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് ഈ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന മുഴുവൻ മേഖലയിലെയും ആളുകൾ ഇത് തങ്ങളുടെ ഒരു വലിയ ഉത്സവമായി കാണുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളും ഒരേ സമയം ഇവിടെ
എത്തുകയും ആ പ്രത്യേക സംഗമത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരെയും ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് കാണാം എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായും സ്ഥാനാർത്ഥികളെല്ലാം ഇങ്ങോട്ടേക്ക് എത്തും. അതോടൊപ്പം തന്നെ അവരുടെ പ്രചരണത്തിന് ആവശ്യമായ കാര്യങ്ങൾ കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ് ഇവിടെ എത്തുന്ന ആളുകൾക്ക് സ്വന്തം മുഖം ഒക്കെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ചിഹ്നങ്ങളും മറ്റേ പാർട്ടി കൃത്യമായി നോട്ടീസ് ഉൾപ്പെടുത്തി ഈ വീശരി ഉൾപ്പെടെ ഉള്ളവ നൽകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. അത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ പ്രചാരണ സാമഗ്രികൾ വിതരണം ചെയ്യാനാകുമോ? അത്തരത്തിൽ അവസാന ഘട്ടത്തിലും ഇനി ആകെ 3 ദിവസം മാത്രമാണ് പരസ്യ പ്രചരണം ശേഷിക്കുന്നത്. 18-ാം തീയതി പരസ്യ പ്രചരണം കൊട്ടിക്കലാശം നടക്കുകയാണ്. പിന്നീട് 2 ദിവസം മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിലേക്കുള്ളത്. ആകെ ഇനി 5 ദിവസം മാത്രം. ഇന്ന് 15-ാം തീയതിയാണ്. ഒരുപക്ഷെ 4 ദിവസം കഴിഞ്ഞ് 5-ാം ദിവസം വോട്ടെടുപ്പിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അവസാന ലാപ്പിൽ അവസാന സമയമാണ്. അപ്പോൾ സ്വാഭാവികമായും എല്ലാവരെയും ഒരിക്കൽ കൂടി കാണുക, തങ്ങളുടെ വോട്ടുറപ്പിക്കുക എന്നൊരാവശ്യം അവർക്ക് സ്ഥാനാർത്ഥികൾക്ക് മുന്നിലുണ്ട്. സ്വാഭാവികമായും ഇവിടെ എത്തി ഇവിടെ ക്യാമ്പ് ചെയ്ത് മുഴുവൻ ആളുകളെയും കാണുക എന്നൊരു ലക്ഷ്യം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ ഈ അഗ്രഹാരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് നേരത്തെ വോട്ടുണ്ട്. പക്ഷേ പലരും ഇവിടെ എത്താറില്ല. കാരണം വോട്ടെടുപ്പ് ദിവസം പലപ്പോഴും അവരെല്ലാം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലോ മറ്റ് രാജ്യങ്ങളിലോ ഉള്ളവരാണ്. പക്ഷേ അവരെല്ലാം എത്തുന്ന ഒരേ ഒരു ദിവസം എന്ന് പറയുന്നത് ഈ കൽപ്പാത്തി രഥോത്സവ ദിവസമാണ്. ഈ ദേവരഥ സംഗമത്തിന് മാത്രമാണ് അവരെല്ലാം എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവരോട് തിരിച്ചു പോകരുത്, വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാത്രമേ തിരിച്ചു പോകാവൂ എന്ന് അഭ്യർത്ഥിക്കാനും അതോടൊപ്പം അവരുടെ വോട്ട് ഉറപ്പിക്കാനുമുള്ളൊരു ശ്രമം എന്തായാലും സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാവും. അത്തരത്തിലുള്ളൊരു നീക്കം കൂടി അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നതുകൊണ്ട് തന്നെ ഈ വീടുകൾ കയറി അഗ്രഹാരങ്ങൾ കയറിയുള്ള ഒരു വോട്ട് അഭ്യർത്ഥന കൂടി നമ്മൾ ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുകൂടി കണക്കിലെടുത്താവും സ്ഥാനാർത്ഥികൾ ഇങ്ങോട്ട് എത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ചടങ്ങ് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇന്നത്തെ 2 തേരുത്സവങ്ങൾ നടക്കുന്ന ഒരു ക്ഷേത്രത്തിൽ, അതായത് പെരുമാൾ സ്വാമി ക്ഷേത്രത്തിൽ എന്തായാലും പ്രധാനപ്പെട്ട പൂജകളൊക്കെ നടക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ രഥത്തിലേക്ക് വിഗ്രഹം എത്തിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള പൂജകൾ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി സരീഷ്, എന്താണെങ്കിലും രഥോത്സവ നിറവിലാണ് കൽപ്പാത്തി മാത്രമല്ല പാലക്കാട് ഒന്നാകെ കൽപ്പാത്തിയിലേക്ക് ദേവരഥ സംഗമത്തിനായുള്ള തയ്യാറെടുപ്പിലാണ്. സരീഷ് പി കെ ആണ് അവിടെ നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.